ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനെന്താ എങ്ങടാ പോണേന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ രാവിലെ തന്നെ യാത്ര പുറപ്പെടാനിട്ടാണ് നമ്മുടെ വണ്ടിയിൽ ആദ്യമായിട്ടാണ് ദൂരേക്ക് യാത്ര പോണ വഴിയിൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ എനിക്ക് കിട്ടി. ഈ കോടയൊക്കെ ഇങ്ങനെ മലയമ്മയ്ക്ക് ഇറങ്ങി വന്ന് നിന്ന് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വിഷ്വൽസ് പിടിച്ചു. പക്ഷെ നമ്മൾ എത്രയൊക്കെ പിടിച്ചാലും നമ്മുടെ കണ്ണിൻ്റെ അത്രയ്ക്ക് കാഴ്ച കിട്ടുന്ന ഭംഗിയിൽ കിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ കുതിരാൻതുരങ്കം പോയി. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് കുതിരാൻതുരങ്കം കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണേന്. ഞാൻ അങ്ങനെ യാത്ര പോകുന്ന ആളൊന്നല്ല. അങ്ങനെ യാത്ര പോകാൻ പറ്റിയ സാഹചര്യമല്ല വീട്ടിൽ. അപ്പന് വർക്ക് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കുന്ന നേരത്തായിരിക്കും അപ്പനെ വർക്ക് വരിക. അപ്പോൾ അതിനൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുതിരാൻതുരങ്കം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ എന്താ പറയുക, ഇങ്ങനെ സൈഡിലേക്ക് കുറേ വഴികളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഞാൻ അപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്തൊരു വലിയ മലയായിരിക്കില്ലേ, എത്ര റിസ്ക് എടുത്തിട്ടായിരിക്കും ഇവർ ഈ തുരങ്കമൊക്കെ പണിത് വെച്ചിട്ടുണ്ടാവുക. അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഈ തുരങ്കം കടന്ന് പോകുമ്പോൾ. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ ഇങ്ങനെ ഹോൺ അടിക്കുന്ന ഭയങ്കര സൗണ്ടാണ് അതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഇങ്ങനെയൊക്കെ ഓരോരോ ഇടവഴികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലത്ത് കൂടെ കടന്നു പോയി. ഇതെൻ്റെ പെറ്റാണ് കേട്ടോ. ഉള്ള വെരിസാന്നാണ്, ലാസാപ്സാണ് ബ്രീഡ്. പുള്ളിക്കാരത്തി കാഴ്ച കാണാൻ മുമ്പിൽ പോയിരിക്കുകയാണ്. ഞാൻ എന്തോരം വിളിച്ചാലും തിരിഞ്ഞുള്ളൂ. പിന്നെ അനുസരണ ഭയങ്കരമായതുകൊണ്ട് അത് തീരും പറയും വേണ്ട. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫ്രണ്ടിൽ പോയിരിക്കുക കാഴ്ച കാണാൻ. ഇതാണപ്പോൾ ആൾ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്ത് ഇത്ര ലോങ് പോണേ. ഒരു അനുസരണാന്ന് പറഞ്ഞതില്ല. എന്താ പറയുക, അപ്പോൾ ബിന്നിലെടുത്താൽ എനിക്ക് പേടിയാണ്. കാരണം ഈ ജനലും കൂടെ പുറത്തേക്ക് നോക്കണ്ടേ, എനിക്ക് എത്ര പ്രാവശ്യം അങ്ങോട്ട് കൂടെ നടക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഭാഗം കാണുമ്പോഴും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കത്തിയിട്ടുണ്ടാവും എങ്ങടാ പോണേന്ന്. അപ്പം നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ പോകുന്നത് കൊല്ലങ്കോട്, നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്നൊരു ഗ്രാമത്തേക്കാണ് പോണേ. അവിടെ ചെന്നപ്പോൾ ഒരു അടിപൊളി അമ്പലം കണ്ടു. എനിക്ക് ആ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യം വിചാരിച്ചത് ഹൃദയം സിനിമയിൽ നമ്മുടെ ദർശന രാജേന്ദ്രനും പ്രണവ് മോഹൻലാലും ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിൽ കല്യാണം നടത്തുന്നത്, അതാണ് വിചാരിച്ചേ. ഞാൻ അത് വിചാരിച്ചിട്ടാണ് അപ്പുറോട് വണ്ടി നിർത്തി നമുക്കിവിടെ കയറാം എന്ന് വിചാരിച്ച് വന്നത്. പിന്നെയാണ് മനസ്സിലായത് അതല്ല സ്ഥലം. പക്ഷെ എന്തായാലും അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര താഴ്ചയുണ്ട് കേട്ടോ, ഒരു കൊക്ക പോലെ എനിക്ക് തോന്നി. ഇതാണ് ആ അമ്പലം. അമ്പലത്തിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല. എന്തായാലും അടിപൊളി വ്യൂ ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മലയും ഇതൊക്കെ കാണാം. ആ ഒരു കുഞ്ഞ് കളർ വ്യത്യാസങ്ങളില്ലേ മലയിലൊക്കെ, അത് അവിടെ നിന്ന് വെള്ളം ഒലിച്ച് വരണതാണ് കേട്ടോ. കുഞ്ഞ് വെള്ളച്ചാട്ടങ്ങൾ പോലെയൊക്കെ. അങ്ങനെ കുറേ പേര് വരുന്നുണ്ട് ഇവിടേക്ക്. ഇത് പാറയമ്മ നെല്ല് തല്ലിയെടുക്കുന്നതാണെന്ന് എന്നോട് അപ്പം പറഞ്ഞത്. എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. പിന്നെ നല്ല അടിപൊളി ചെടിയൊക്കെ കിട്ടി. ഞാനതൊക്കെ പറിച്ചു പിടിച്ച് കയ്യിൽ. പിന്നെ അതൊക്കെ കൊണ്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങും. കണ്ടോ, ഇതൊരു ചാല് പോലെ അത് ഈ വെള്ളം വരുന്നതാണ് മലയുടെ. എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. മലയും കുഞ്ഞേ വെള്ളച്ചാട്ടം ഒക്കെ ആയിട്ട് കണ്ട, കുഞ്ഞേ വെള്ളച്ചാട്ടങ്ങൾ എവിടെ നോക്കിയാലും കാണാനായിട്ട് പറ്റും. നമ്മുടെ റോട്ടിക്ക് വിസിബിൾ അല്ല, പക്ഷേങ്കിൽ മലയിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ശരിക്കും ഇങ്ങനെ ഭയങ്കര സ്ലോ മോഷനിൽ വീണത് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എത്തിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരപ്പാടം എന്ന് പറഞ്ഞിട്ടുള്ള കൊല്ലങ്കോട് ഭാഗത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ആദ്യം വഴി തെറ്റി നടന്നു പോയി. പകുതി എത്തിയപ്പോഴാണ് മനസ്സിലായത് അതല്ല വഴിയെന്ന്. അവിടെ എൻട്രി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടന്നു വരുമ്പോൾ കയ്യിൽ ഈസി ഉള്ളതുകൊണ്ട് എല്ലാവരും അവളെ നോക്കണേ. ഇതാണ് നമ്മുടെ താമരപ്പാടം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. എൻട്രി ഫീസ് വരുന്നത് ഇപ്പോൾ ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. എൻട്രി ഫീസൊക്കെ ഇപ്പം ആയതാട്ടോ, മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. നട്ടപ്പുറ വെയിലായിരുന്നു. അതുകൊണ്ട് ഞാനമ്മ വേഗം കണ്ട് ഇങ്ങോട്ട് തിരിച്ച് പോന്നു. വേറെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തു, നല്ല രസമാണ്. എന്നാലും കുഴപ്പമില്ല. വരുന്ന വഴിക്ക് കാളവണ്ടി ഉണ്ടോ, ഞങ്ങൾ വിചാരിച്ചത് ആദ്യം കാളവണ്ടിയാണ്, പിന്നെയാണ് മനസ്സിലായത് റേസിനാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ വെട്ട സിനിമയിൽ, പിന്നെ വേറൊരു സിനിമയും കൂടി പറഞ്ഞു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ സിനിമയിലെ സ്ഥലമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ വരുമ്പോൾ പാളം ക്രോസ് ചെയ്ത് കടന്നാൽ മതി. മൊത്തത്തിൽ നടക്കാനൊന്നും നിൽക്കണ്ട, നടക്കാനൊന്നും തീരില്ല.
പോകുന്ന ദിവസം നല്ല മുടക്ക് ദിവസമാണെങ്കിൽ നല്ല രീതിക്ക് തിരക്കുണ്ടാവും. താമരപ്പാടം മാത്രമല്ല, അവിടെ നിന്ന് വേറൊരു വഴിക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കൊല്ലങ്കോട് ഗ്രാമം കാണാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഒരു കാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്ടംപോലെ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹൃദയ മൂവിലെ ക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ എഗെയിൻ പോയ സ്പോട്ടാണ് കുടിലിടം എന്ന് പറയുന്നത്. നിറച്ച കുടിലുകളായിട്ടൊരു പാടത്തൊരു സ്പോട്ട്. നല്ല സ്പോട്ടാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. ഈ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.